റോഡ് പണിയൊക്കെ ഇത്രയൊക്കെ ആയി കേട്ടോ. ഇവിടെയും കോൺക്രീറ്റ് ചെയ്തു. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. പോയോ? ഓടെ നിൽക്കുന്നുണ്ട്. ഓ, എനിക്കൊരു പേടി. ഇതാരാ? കുഞ്ഞു ആണോ? എന്തെടുക്കുവാ ഇത്? തിരിച്ചു വെക്ക്, തിരിച്ചു വെക്ക്. കുക്കുമ്മ എന്തി? ഇതാരാ കുഞ്ഞിന്റെ കയ്യിൽ അടിച്ചു വെച്ച്? ചേച്ചിയോ? ചേച്ചിയാന്നോ? മാമിയെ വിളിച്ച്, മാമിയെ വിളിച്ച്. കൊള്ളാം, വാ, പാപ്പം തരാം, വാ, വാ. കൊള്ളാം, കൊള്ളാം. മാമി അവന്റെ ഉടുപ്പ് ഊരി കിടക്കുവാ മാമി. ആ, നല്ല കാറ്റ്. ആഹാ, കൊള്ളാം. എന്തി ചേച്ചി വരച്ചതാണോ? എന്തേ മനങ്ങ? ഹായ്, ഹായ് പറഞ്ഞേ. എന്തോടാ കുഞ്ഞോ പറയുന്നേ? എന്തോ കാലേ ചള്ളയോ? ചെരുപ്പില്ലാതെ എന്തിനാ മുറ്റത്തിറങ്ങി? കുഞ്ഞോ ചെരുപ്പില്ലാതെ എന്തിനാ മുറ്റത്തിറങ്ങി? ആ, ഫുൾ മാർക്ക് ആയിരിക്കും എഴുതിയെങ്കിൽ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എഴുതിയല്ല? രണ്ടെണ്ണം വിട്ടോളാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു. യാത്രാ വിവരണം എഴുതിയോ? ഇന്ന് മോനിക്കുട്ടന് മലയാളത്തിന്റെ പരീക്ഷയായിരുന്നു. നാളെ ഇംഗ്ലീഷ്. പിന്നെ കുഞ്ഞോന്റെ ജാനിക്കുട്ടിയുടെ അടുത്തുനിന്ന് കയറി. പിന്നെ ഉടുപ്പൊന്നും കൊടുത്തില്ല. അത് നമ്മൾ രണ്ടുപേരുടെ പോയില്ലേ കൊടുക്കുന്നേ? അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. അത് ഞാനും മോനിക്കുട്ടനോട് പോയില്ലേ കൊടുക്കുന്നേ? അമ്മ തന്നെയല്ലല്ലോ കൊടുക്കും. പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ പോയി. കുക്കുംബർ, തക്കാളി, ക്യാരറ്റ്, പച്ചമാങ്ങ, മല്ലിയില, നാരങ്ങ. അജയൻ ഇന്നൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വന്നപ്പോ കൊണ്ടുവന്നത് കേട്ടോ, ഒരെണ്ണം. പിന്നെ കല്യാണത്തിന് എനിക്കും ക്ഷണമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് പരിചയപ്പെട്ടതാണ്. അജയൻ്റെ റിലേറ്റീവാണ്. ആ ചേച്ചി എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറിയൊക്കെ അയച്ചു തന്നായിരുന്നു. പക്ഷേ അവിടുന്ന് രണ്ടുപേരുടെ പോയി കഴിഞ്ഞാൽ പാടാകും. അതുകൊണ്ട് ഞാൻ പോയില്ല. അജയന് എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ തിരുവത്തിരി
നട്ട്സ് മേടിച്ചു, ഭയങ്കര വലിയ. പിന്നെ വാൾനട്ട് മേടിച്ചു. വാൾനട്ട് ഡ്രൈ ഫ്രൂട്ട്, അതൊക്കെ അത് കഴിക്കാനുള്ള സാധനം. വണ്ണം കുറയുന്ന എല്ലാം സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ ഇട്ട് കഴിക്കാൻ. മേടിച്ചു. പിന്നെ ഒരു കുപ്പി ആദ്യം കടയിലിരുന്ന കുപ്പിയാട്ടോ, ലിപ് ബാം വന്ന കുപ്പിയാ, നല്ല കട്ടിയുള്ള കുപ്പിയാ. ഞാൻ എടുത്തോണ്ട് പോയി, തീർന്നപ്പോഴാണ് എടുത്തോണ്ട് പോയിരുന്നത്. ചമ്മന്തി പാപ്പടും മതിയോ? ചോറുണ്ടോ? പിന്നെ കഞ്ഞി വെക്കണോന്ന് ചോദിച്ചു. ചമ്മന്തി ഉണ്ട്, ഇതാണ്ട് അമ്മമ്മ ചമ്മന്തി തന്നു. കടുമാങ്ങയും കൂടി ഇടാം, അതുപോലെ ഇച്ചിരി അരി നമുക്ക് കുക്കറിനകത്ത് വെക്കാം. മാങ്ങ നമുക്ക് അച്ചാറിടാം. എനിക്കിത് ഒത്തിരി ദിവസത്തേക്ക് വെച്ചേക്കാനുള്ള രീതിയിലൊന്നും അച്ചാറിടാൻ അറിയത്തില്ല. നമുക്ക് കുറച്ച് ദിവസമൊക്കെ എളുപ്പം കഴിച്ചു തീർക്കാം കേട്ടോ. പിന്നെ ഇന്നലെ റേഷൻ കടയിൽ പോയി. കഴിഞ്ഞ മാസവും മണ്ണെണ്ണ കിട്ടി, ഈ മാസവും മണ്ണെണ്ണ കിട്ടി. വളരെ VIP ആണിപ്പം മണ്ണെണ്ണ. പണ്ടൊക്കെ മണ്ണെണ്ണ എല്ലാ മാസവും റേഷൻ കാർഡിൻ്റെ കൂടെ ഉള്ളതാണ്. ഇപ്പൊ വർഷങ്ങളായിട്ട് കിട്ടാറില്ലായിരുന്നു, കിട്ടി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേത് ഞാൻ അമ്മയുടെ അടുത്ത് മേടിച്ചില്ല. അമ്മയ്ക്ക് മണ്ണെണ്ണയൊക്കെ എപ്പോഴും ആവശ്യം, എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. നേരത്തെയൊക്കെ അടുപ്പ് കത്തിക്കാനാന്ന് പറയും, ഇപ്പൊ അടുപ്പ് കത്തിക്കണ്ടല്ലോ. ഈ പ്രാവശ്യവും കൊണ്ട് ഒന്നിച്ച് സാധനം മേടിക്കുന്നതുകൊണ്ട് അവിടെ കൊടുത്തേക്കുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് ഇച്ചിരി വേണമെന്ന് പറഞ്ഞ് അതിന് തന്നത്. ഇവിടെ ഞാൻ മണ്ണെണ്ണ എന്തിനാണെന്നറിയാം, ഇവിടത്തേക്ക് മണ്ണെണ്ണ എന്തിനാ ചോദിച്ചതെന്നറിയാം. ഇവിടെ ഒരു സൈസ് അട്ടയുണ്ട്, കറുത്ത അട്ട. ആ അട്ട നമ്മൾ ഈ മണ്ണെണ്ണ ഒഴിച്ച് ആ മണം കൊണ്ടെടുത്തൊന്നും അങ്ങനെ ശല്യം കുറഞ്ഞു കിട്ടും. അപ്പൊ മഴ ആയപ്പോഴത്തേക്ക് അപ്പുറത്തെ റബ്ബറൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ഈ അട്ട ഒത്തിരി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് ഒഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് വാങ്ങിച്ചത്. അപ്പൊ മഴയൊക്കെ മാറി. മഴയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ അതുങ്ങളുടെ ശല്യം. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ? ആരെയും കണ്ടില്ല കേട്ടോ. അപ്പം ഞാനിന്ന് കുളിച്ച് ജപിച്ച് വന്ന് കഞ്ഞിക്കുള്ള അരി അങ്ങോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യം പങ്കുവയ്ക്കാനുണ്ട്, അത് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പറയാം കേട്ടോ. മണ്ണെണ്ണ ഇതിനകത്ത് ഒഴിച്ച് വെച്ച്, ഇതാണ് നമ്മുടെ മണ്ണെണ്ണ കുപ്പി. ഹാർപ്പിക്കിൻ്റെ കുപ്പിയാട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ചെറിയ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ, അതുകൊണ്ട് ഇതിനകത്തിട്ട് അമ്മ ഒഴിച്ച് തന്നത് ഒരു പ്രാവശ്യം, അതിനകത്താണ് ഇപ്പോൾ ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. പച്ചക്കറി എല്ലാം കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് വരാം. ഭയങ്കര ദൂരെയാ, അപ്പോഴത്തെ ബിൽഡിങ്ങിലാ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. മോനിക്കുട്ടിനും ചപ്പാത്തി മതിയെന്ന് ഞാൻ എനിക്ക് മാത്രമായിട്ട് കഞ്ഞി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇച്ചിരി ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു ചൂടാക്കാനെ കൊണ്ടുവച്ചു. മോനിക്കുട്ടിന് 2-3 ചപ്പാത്തി ഉണ്ടാക്കാം പോകട്ടോ. മീനും വറക്കാം, ചമ്മന്തി ഉണ്ട്, ഒത്തിരി ഉപ്പാതെ മതി. മീനും വറക്കാം, ചമ്മന്തി ഉണ്ട്, മോനിക്കുട്ടിന് അത് മതിയെന്ന് പറഞ്ഞു. കടുമാങ്ങ ഇടാം, ചപ്പാത്തിക്ക് കുഴയ്ക്കുവാട്ടോ. മാങ്ങ ചത്തട്ടെ ഞാന്, അച്ചാറിടാം. എന്നിട്ട് ഇച്ചിരി പൊടിക്കകത്തോട്ട് അവിടെ ഉരുട്ടി വെച്ചേരും, 10 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ഇനിയും പൊടി ഇടണം, പൊട്ടി പിടിക്കുന്നുണ്ടോ? ഇച്ചിരി പൊടി ഞാൻ കാണിക്കാം. ഇങ്ങനെ കണ്ടോ, ആ പൊടിക്കകത്തോട്ട് വെച്ച് ഇങ്ങനെ കണ്ടോ, അന്നേരം അങ്ങനെ കുഴഞ്ഞു വരും. അവസാനം ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ കണ്ടോ. സാധാരണ 3 ചപ്പാത്തി അതൊക്കെ പിന്നെ കുറച്ച് കഴിയും. മാങ്ങ ഞാൻ 1 കിലോ മാങ്ങ മേടിച്ചത് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തേ. അത് വലിയൊരു മാങ്ങയായിരുന്നു. നമുക്ക് ഇത്രയും കടുമാങ്ങ ഇടാം.
നമുക്ക് ഈ മാങ്ങ അങ്ങ് അരിഞ്ഞെടുക്കാവേ. ഞാൻ മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം. എളുപ്പം നമുക്ക് കടുകാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ വീഡിയോയ്ക്കകത്ത് എല്ലാവരും എന്നോട് ചോദിച്ചു എന്തോ ചെയ്യണം, ഭയങ്കര ഉഷാറില്ലായ്മ ഉണ്ടല്ലോ എന്നൊക്കെ കേട്ടോ. ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ എപ്പോഴും വയ്യാന്നൊക്കെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ ഒരു നെഗറ്റിവിറ്റി ആണല്ലോ, അതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. വയ്യാഴിക കൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം കമൻറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചു, കാരണം ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ആരെങ്കിലും ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും വന്നില്ല. എല്ലാവരും സ്നേഹത്തോടൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതങ്ങ് ഓൺ ചെയ്തു. പിന്നീട് അതിനകത്ത് വേറെ കുറേ കമൻറ്റുകളൊക്കെ വന്നു. ചിലരൊക്കെ ആ കമൻറ്റ് ലൈക്ക് ചെയ്തു, അതിന് മറുപടി ഇട്ടു. അപ്പം ഞാൻ വീണ്ടും അത് കമൻറ്റ് ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തതല്ല, ഹോൾഡ് ചെയ്ത് വെച്ചു. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം മുതൽ എന്നോട് ഒരുപാട് പേര് ഫാമിലി ഇഷ്യൂസിനെ പറ്റിയൊക്കെ ഒത്തിരി പേര് ചോദിച്ചു, കുത്തി ചോദിച്ചു, സ്നേഹത്തോടെയൊക്കെ ചോദിച്ചു. അപ്പം ചിലർക്ക് എന്താ പറയുന്നത്, അത് കേൾക്കുന്നത് ഒരു സന്തോഷമായിരിക്കും. ചിലർക്ക് അതിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചവരുമുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കുമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ആരെയും കുറ്റപ്പെടുത്തി ഞാൻ ഒരു വാക്ക് പോലും എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടില്ല. അപ്പം അതിനകത്ത് കമൻ്റ് ഇട്ടത് ഇവരുടെ പപ്പ തന്നെയാണ്. ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിൽ പറയാൻ പാടില്ല, എന്നാലും ചോദിക്കുകയാണ്, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ഇട്ടു. ആ ആളിന് അദ്ദേഹം വന്ന് മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. എന്ന് വെച്ചാൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ഒരു വ്യക്തികളെ പോലും എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ഞാൻ ഒരാളെ പോലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നെ നന്നാക്കി കാണിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നല്ലവളാണെന്നും എൻ്റെ ഭാഗം ശരിയാണെന്നും ഒന്നും ഞാൻ ഒരിടത്തും പറയാറുമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശരികളുണ്ട്. അപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്നോ ഞാൻ നല്ലതാണെന്നോ ഒന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വേറെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തി ഒരു കാര്യങ്ങളും വീഡിയോസിലൂടെ ഈ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എഴുതാറുണ്ടായിരുന്നു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടില്ല, FBയിൽ ഞാൻ എഴുതാറുണ്ടായിരുന്നു. അതിനെയൊക്കെ എല്ലാവരും ഒരുപാട് വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് എഴുതുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആശ്വാസമായതുകൊണ്ട് ഞാൻ എഴുതാറുണ്ടായിരുന്നു. അതിനൊക്കെ വിലക്കുകൾ വന്നു. FBയിൽ ഞാൻ എഴുതുന്നത് വലിയ പ്രശ്നമായി. എൻ്റെ എഴുത്തിനെ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടും അതിനെ എന്തോ ഒരു ഭയക്കുന്നുണ്ടായിരുന്നായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം എഴുതിയിരുന്ന എൻ്റെ ഡയറി എന്നേക്കുമായിട്ട് നശിപ്പിച്ചു. അത് പിന്നീട് ഞാൻ എഴുതാറേ ഇല്ലായിരുന്നു. എൻ്റെ അസുഖത്തിന് ശേഷം ഞാൻ എൻ്റെ സർവൈവൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു. അപ്പം അതിൽ എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് എഴുതണമെന്നാണ്. എന്ന് വെച്ച് ഒരാളെ ഇൻസൾട്ട് ചെയ്തൊന്നും ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല. എഴുത്തിനോടൊരു മാന്യത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതിനൊക്കെ വലിയ കുറ്റപ്പെടുത്തലുകളൊക്കെ ഞാൻ കേട്ടു. ഞാൻ എപ്പോഴും ഫോണിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം എൻ്റെ ഒരു ചെറിയ വരുമാനം കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകത്തില്ല, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം നടക്കില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ മാസങ്ങളും വർഷങ്ങളും ഉറക്കമില്ലാതെ കിടന്ന് ആലോചിച്ചിട്ടുണ്ട്, എന്താ ഒരു വരുമാനത്തിനുള്ള വഴിയെന്ന്. എനിക്ക് ഈ ഒരു ജോലി അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. അല്ലെ പിന്നെ എന്താ പറയുന്നത്, വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. അങ്ങനെയൊക്കെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങിയാലും എന്തെങ്കിലും അതിനകത്തുനിന്നൊരു ഇൻകം ഉണ്ടായാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എൻ്റെ വീട്ടിലാണ് ആദ്യം ഈ കാര്യം അവതരിപ്പിച്ചത്. അപ്പം അതിനകത്ത് കൂടെ നിൽക്കേണ്ടവർ മാറി നിന്നു, ഒരു പരിഗണനയും തന്നില്ല. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യങ്ങളും അംഗീകരിച്ചുമില്ല, ചെയ്തുമില്ല. പിന്നെ എപ്പോഴോ പാചകത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു ഫാമിലി ഉണ്ടായി, ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തു. മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മോനിക്കൂട്ടിന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം അതാണ്. എനിക്കിതിനകത്ത് വന്ന് ആരെ പറ്റി ഒരു കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ
കുറ്റപ്പെടുത്താനോ ഞാൻ നല്ലതാണെന്ന് പറയാനോ ഒന്നും അല്ല ഞാൻ ചാനൽ തുടങ്ങിയത്. എൻ്റെ ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരല്ലാതെ കുറേ ആൾക്കാർ എന്നെ വെറുക്കുന്നവരും എന്നോട് ദേഷ്യമുള്ളവരും ഒക്കെയാണ്. ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന് പരിധികളുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. എൻ്റെ ജീവിതത്തിലെ എനിക്ക് വെറുപ്പുള്ള ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയും വേദനകളും സമ്മാനിച്ച വ്യക്തി. അത് ആ വ്യക്തിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും രീതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള ഒരു ആ ഒരു വിഷയത്തെയൊക്കെ ഇത്രയൊക്കെ ആക്കി തീർത്തത്. അപ്പം അങ്ങനെയുള്ളവരുടെ സന്തോഷം കാണണ്ട എന്ന് വിചാരിച്ച് ഞാനിതൊന്നും പബ്ലിക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും അങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാനായിട്ട് പറയാത്ത കാര്യങ്ങൾ പബ്ലിക്കിൽ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ ഇങ്ങോട്ട് കയറി വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഒരാളുടെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സഹിച്ചണക്കെയാണ് പ്രതികരിക്കാൻ തുടങ്ങിയത്. ഞാൻ അതെല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 21 വർഷം എനിക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ 3-4 വർഷമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഈ കാണുമ്പോൾ ഞാനും എൻ്റെ മക്കളും മാത്രമാണ്. ഞങ്ങളുടെ പല ബുദ്ധിമുട്ടുകളും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത് കുറേയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് പബ്ലിക്കിൽ പറയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ആരുടെ ഒരു സമ്പാദ്യവും പിടിച്ചു പറിച്ചു വെച്ചിട്ടില്ല. മക്കളും 5 ലക്ഷം രൂപയുടെ ബാധ്യതയും ജപ്തിയായ ഒരു വീടും 2 മക്കളുമാണ് എനിക്കുള്ള സമ്പാദ്യമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. അതെനിക്കിവിടെ പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ഈ പബ്ലിക്കിൽ പറയാമെന്നോ പരസ്പരം ചെളിവാരി എറിയാമെന്നോ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയൂല. എനിക്കതിന് താല്പര്യമില്ല. ഒരു 50 വയസ്സൊക്കെ തികയ്ക്കുന്നവരിപ്പോൾ വളരെ കുറവാണ്. ഇപ്പം 42 വയസ്സാവുകയാണ് ഈ മാസം. അപ്പം എനിക്ക് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ എൻ്റെ മുമ്പിൽ. അടുത്ത നിമിഷം പോലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ പോര് പിടിക്കാനും വഴക്കിനും ഇനി ഇങ്ങനെയുള്ള ചർച്ചകൾക്കും ഒന്നിനുമില്ല. ഒന്നും ആരും വെറുതെ ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്കും ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ആ കമൻറ്റ് വന്നിട്ട സ്ഥിതിക്ക് എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനും എൻ്റെ ആങ്ങളെയുമാണ് തെറ്റുകാരായിട്ട് വന്നിട്ടുള്ളത്. എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നെ ആരും ബുദ്ധിമുട്ടിക്കണ്ട. അതിന് ഞാൻ ഇനി നിന്ന് തരില്ല. കാരണം ഈ 21 വർഷം എന്നെ സഹിച്ചതുപോലെ ഞാനും കുറേയൊക്കെ സഹിച്ചിട്ടുണ്ട്. ഞാനൊരു മനുഷ്യജീവിയല്ലേ. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വിളിച്ചത് പറയാനോ കൊട്ടിഘോഷിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കാത്തിടത്തോളം എന്നെ ആരും ഘോഷിക്കാൻ ഇനി ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാഹചര്യങ്ങളിൽ ഞാൻ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, പുച്ഛിക്കപ്പെട്ടിട്ടുണ്ട്. ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, സമ്പാദ്യമില്ല എന്നുള്ള പേര് പറഞ്ഞ് ഒക്കെ എന്നെ അവഗണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെകഞ്ഞ് പറഞ്ഞ് വഷളാക്കാൻ വേണ്ടിയിട്ട് ആരും ഇവിടെ വരണ്ട കേട്ടോ. ആരും വരണ്ട. ഞാൻ അതിനൊന്നും നിന്ന് തരത്തില്ല. എന്നെ ദ്രോഹിക്കാമെന്ന് ഇനി ആരും വിചാരിക്കുകയും വേണ്ട. അപ്പം ഇങ്ങോട്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനിതിവിടെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഇവിടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഞാനെല്ലാം തികഞ്ഞവളാണെന്നും എൻ്റെ ഭാഗം 100% ശരിയാണെന്നും ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ കരിവാരി തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് കണ്ട് ബുദ്ധിമുട്ടി മാനസിക പ്രയാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പുലമ്പി പോകാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതിനൊന്നും നിന്ന് തരത്തില്ല. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. എന്നെ കുറ്റപ്പെടുത്തുന്നവര് അവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയാൽ ഞാനത് ബ്ലോക്ക് ചെയ്യും. എൻ്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ വിധിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷേ ആ വിധി ക്രൂരമായിട്ട് മാറുമ്പോൾ നമുക്കവരെ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊരു കമൻറ്റിലൂടെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ നമ്മളത് ബ്ലോക്ക് ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ഒരേ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശമുള്ളൂ. ചാനലിലൂടെ എനിക്ക് വലിയൊരു നിലയിലോട്ട് എത്തണമെന്നൊന്നുമില്ല. എൻ്റെ മോൻ്റെ പഠിത്തം ഒന്ന് കഴിഞ്ഞു കിട്ടണം. എൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകണം.
അല്ലാതെ എനിക്ക് കൊട്ടാരം വെക്കണമെന്നും എന്തുവാ സമ്പാദിച്ചു കൂട്ടണമെന്നും ഒന്നും ഉദ്ദേശിച്ചാലും നമ്മുടെ ചാനൽ തുടങ്ങിയത്. പിന്നെ എനിക്ക് ദൈവം അനുവദിച്ച് കുറേ നല്ല മനുഷ്യരെ തന്നു കൂട്ടായിട്ട്. എനിക്കതൊക്കെ ഇനിയും വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചാനലുമായിട്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയതും. അത് അത്ര ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അതിന് ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ദൈവത്തിന് മുമ്പിൽ ഞാൻ ഈ വലിയൊരു ക്രൂരയായ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കത്തില്ല. അത്രയും മാത്രം ഓർത്താൽ മതി. ഞാൻ അതെൻ്റെ പ്രിയങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിവാഹ നിശ്ചയവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ശേഷമുള്ള ജീവിതം ദുഃഖവും ദുരിതവും വിഷമങ്ങളും ഒക്കെ തന്നു എന്ന് വിചാരിച്ച ആ ഒരു ദിവസത്തെ സന്തോഷങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ അനുഭവമുള്ള പലരും അങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നവരാണ്, മറന്നു എന്ന് പറയുന്നവരാണ്. അതൊക്കെ വെറുതെ അഭിനയിക്കുകയാണ്. മറക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആ ഒരു ദിവസം നമ്മൾ ഓർത്തിരിക്കും. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ദിവസങ്ങളെ ഒളിച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ മാന്യമായിട്ട് എൻ്റെ വീട്ടുകാർ പറഞ്ഞ രീതിയിൽ മാന്യമായിട്ട് 10 പേരറിഞ്ഞ് വിവാഹം നടന്ന് അന്തസ്സായിട്ട് കയറി ചെന്നതാണ്. അതിനുശേഷം ഞാൻ അന്തസ്സില്ലാത്തവളും എന്താ പറയുന്നത് ജാതി മഹിമയില്ലാത്തവളും സമ്പത്തില്ലാത്തവളും ഒക്കെ ആയി. അതിനിപ്പം എൻ്റെ ഭാഗത്ത് ഞാൻ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പം മീനിന് മസാല ഇച്ചിരി പരട്ടി വെക്കട്ടെ. ഒരു മസാല പരട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. കടുകിട്ടു, ഇതിട്ട് വെക്കാൻ മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കേട്ടോ. ഞാനും മോനുകുട്ടനും അച്ചാച്ചനും 3 ചപ്പാത്തി. എന്നെ കാണിക്കാതെ ഇത് അച്ചാച്ചന്. ഈ അരപ്പ് തണുക്കുമ്പോ നമ്മൾ മാങ്ങാനകത്ത് ഇട്ട് കൊടുക്കും. അത്താറയും ഉള്ളി മാങ്ങ അച്ചാറ് റെഡി. കായപ്പൊടിയും ചേർക്കും, 1 മണി വിനാഗിരി ഒഴിക്കും കേട്ടോ. വിനാഗിരിയൊക്കെ ചേർത്ത് ചമ്മന്തിപ്പൊടി കടുക് മാങ്ങ റെഡിയായി കേട്ടോ. നമ്മുടെ ഷഡ്ഷടേ എന്നുള്ള കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. കഴിക്കും. കടുമാങ്ങ കൂട്ടി ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? 2 ഒരാൾ കഴിക്കും. കടുമാങ്ങയും ചമ്മന്തി മീൻ വറുത്തതും ചപ്പാത്തി. ചമ്മന്തി അമ്മ തന്നതാ കേട്ടോ. മീൻ വറുത്തത്, അപ്പോൾ നമ്മുടെ അത്താഴം റെഡി ആയിരിക്കുകയാണ്. കഴിക്കാൻ പോവാം പ്രിയങ്ങളെ. മോനുകുട്ടൻ കഴിക്കാൻ തുടങ്ങി, ഞാനും പോയി കഴിക്കട്ടെ കേട്ടോ. എല്ലാവരോടും നിറയെ സ്നേഹം. ഞാനായിട്ട് ഒരാളോടും ഒരു ദ്രോഹത്തിനും ചെല്ലുന്നില്ല. ചാനൽ തുടങ്ങിയ സമയം മുതൽ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, എങ്ങും തൊടാതെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നും മനസ്സിലാവുന്നില്ല.
എങ്ങും തൊടാതെ ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതാണ് എല്ലാവരുടെയും പ്രശ്നം. അതുകൊണ്ട് അത് മാറ്റി അത് പരിഹരിക്കാൻ എന്നെക്കൊണ്ടുള്ള കഴിവില്ല. എനിക്ക് ആയുസ് തന്നിടത്തോളം എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ മക്കളെ വളർത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം കൂടെ നിൽക്കുക, കൊള്ളില്ലാന്ന് തോന്നുന്നവർക്ക് വിട്ടുപോകുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.